കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ എം കെ റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷ ഇന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. അതേസമയം പുതിയ അന്വേഷണ സംഘം ഇന്ന് കണ്ണൂരിലെത്തി കേസിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുക്കും. സിനോജ് തോമസ് ഉണ്ട് നമുക്കൊപ്പം. സിനോജ്, ഗുഡ് മോർണിംഗ്. 100 ദിവസത്തോളം ഈ ഡോക്ടർ എം കെ റാം അയാൾ എവിടെയാണ് എന്ന് പോലും അറിയില്ലായിരുന്നു. കുടകിൽ നിന്ന് അയാളെ പിടികൂടുന്നു. പക്ഷേ അവിടെ തന്നെ പ്രാഥമികമായി ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും പോലീസിന് ചെയ്യാൻ സാധിക്കുന്നില്ല. കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവുന്നു. അത് വലിയ വീഴ്ചയാണ്. നാണക്കേടും പോലീസ് സംവിധാനത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി പോലും ഗൗരവത്തോടു കൂടി ആ വിഷയം കാണുന്നുണ്ട്. അപ്പോൾ ആ നാണക്കേട് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതല്ലേ? തീർച്ചയായിട്ടും ഷിഹാസ്, ഗുഡ് മോർണിംഗ്. അതായത് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എം കെ റാമിനെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധം കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഹൈക്കോടതി ഒടുവിൽ രൂക്ഷ വിമർശനം പോലീസിനെതിരെ ഉന്നയിച്ചതിന് പിന്നാലെ തന്നെയാണ് 101ാമത്തെ ദിവസം എം കെ റാമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റിൽ തന്നെ വലിയ വീഴ്ചകൾ സംഭവിച്ചു. അതുകൊണ്ടാണ് തലശ്ശേരി സെഷൻസ് കോടതി അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ വലിയ അതൃപ്തിയുണ്ട്. കാരണം പോലീസ് ഗൗരവത്തിൽ ഈ വിഷയം എടുത്തിട്ടില്ല. കാരണം സാധാരണ ഒരു അറസ്റ്റ് നടപടിക്രമത്തിൽ ചെയ്യേണ്ട ഒരു നടപടിയും പാലിക്കാതെയാണ് എം കെ റാമിനെ പിടികൂടി പോലീസ് കോടതിയിൽ എത്തിച്ചത്. അതുകൊണ്ടാണ് കോടതി അദ്ദേഹത്തെ വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യാമെന്ന് കോടതി അറിയിച്ചിരുന്നു. കാരണം സുപ്രീം കോടതിയിൽ വരെ എം കെ റാം മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഉൾപ്പെടെ മുൻകൂർ ജാമ്യം തള്ളിയ ഒരു കേസാണ്. അത്തരം ഗൗരവത്തിൽ സുപ്രീം കോടതി വരെ കണ്ട ഒരു കേസിലാണ് കണ്ണൂരിലെ പോലീസ് ഇത്തരത്തിൽ ലാഘവത്തോടെ പെരുമാറിയത്. അതുകൊണ്ട് തന്നെ വകുപ്പ് തല അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അന്ന് കോടതി വെറുതെ വിട്ടപ്പോൾ അറസ്റ്റ് ചെയ്യാമെന്ന നിർദ്ദേശം കൂടി പോലീസിന് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തേക്ക് ഇറങ്ങിയ റാമിനെ വീണ്ടും പോലീസ് ജീപ്പിൽ കയറ്റുന്ന നാടകീയ രംഗങ്ങളൊക്കെ തന്നെ കണ്ടിരുന്നു. പക്ഷെ അത് വീണ്ടും നാണക്കേട് ഉണ്ടാക്കുമെന്ന് കണ്ടതോടുകൂടിയാണ് പോലീസ് വിട്ടയച്ചത്. കാരണം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ നോട്ടീസ് നൽകാറുണ്ട്. കോടതിയിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷേ 2 വരി കാര്യങ്ങൾ മാത്രമാണ് അന്ന് പോലീസ് കോടതിയിൽ പറഞ്ഞത്. അതായത് അതീവ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യം പ്രതി ചെയ്തു, സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ പ്രതി അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന 2 വരി കാരണം മാത്രമാണ് കോടതി ബോധ്യപ്പെടുത്താൻ വേണ്ടി നൽകി. അതുകൊണ്ടാണ് കോടതി വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് മാത്രമല്ല, ഇന്ന് ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. ഈ അറസ്റ്റിന് പിന്നാലെയും കോടതി പറഞ്ഞിരുന്നു കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടാവില്ലായിരുന്നു എന്ന് വരെ കോടതി നിരീക്ഷിച്ചിരുന്നു. ഇപ്പോഴിതാ കോടതിയുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്തു. പക്ഷേ ആ പ്രതിയെ അയക്കുന്ന സാഹചര്യം വന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഈ കുടുംബം നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ എന്താണ് ഹൈക്കോടതി പറയുക എന്നുകൂടി നിർണായകമാണ്. കാരണം കുടുംബം പറയുന്നത് പോലീസ് ഒത്തുകളിക്കുന്നു, റാമിനു വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി പഴുതൊരുക്കുന്നു തുടങ്ങി ഗുരുതരമായ ആരോപണം കുടുംബം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയും കുടുംബത്തിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഹൈക്കോടതി എന്ത് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നതും ശ്രദ്ധേയമാണ്. ഷിഹാസ്. ശരി സിനോജ്, കോടതിയുടെ തീരുമാനത്തിനായി നമുക്ക് കാത്തിരിക്കാം.